നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. നാരായണ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രൗഡകം വാർത്തികകാരം അന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം.
രണ്ടാം അധ്യായത്തിലെ 10 ശ്ലോകം വരെ നമ്മൾ കണ്ടു. അതിനുശേഷം ഒന്ന് ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യത്തിലൂടെ ഭഗവത്ഗീതയെ പ്രവേശിക്കാൻ, ഭഗവത്ഗീതയെ സാമാന്യമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഈ രണ്ടാം അധ്യായത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ട് ആ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതം അവസാന ഭാഗത്തായിരുന്നു നമ്മൾ ഇന്നലെ. ആ ഭാഗം തീർത്ത് രണ്ടാം അധ്യായത്തിൻ്റെ 11-ാം ശ്ലോകത്തിന് തൊട്ട് മുമ്പായിട്ട് ആചാര്യ ഭഗവത്പാദര് 1ഉം 2ഉം അധ്യായത്തിലെ അർജുനന്റെ അവസ്ഥയെ അവതരിപ്പിച്ചതായിട്ടുള്ള ആ ശ്ലോകങ്ങളുടെ മൊത്തത്തിൽ ഉള്ള താല്പര്യത്തെ ചുരുക്കി പറഞ്ഞിട്ടാണ് 11-ാം ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രവേശിക്കാം. ആദ്യം 10 ശ്ലോകങ്ങൾ ചൊല്ലാം. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോऽധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കദരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നവൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നാരായണ. ഹരിയോ. അപ്പൊ നമ്മുടെ ആചാര്യ ഭഗവത്പാദര് ഭഗവത്ഗീതയുടെ പരമമായിട്ടുള്ള പ്രയോജനം പരമനിശ്രേയസമാണ്. നിശ്രേയസം എന്നാൽ സംസാരം അതിൻ്റെ കാരണത്തോടുകൂടി നശിക്കുന്നതാണ്. അപ്പൊ സംസാരത്തിന്റെ കാരണം അജ്ഞാനമാണ്. ആ അജ്ഞാനം പൂർണ്ണമായി
നശിക്കുമ്പോഴേ സംസാരം നശിക്കുകയുള്ളൂ. അപ്പൊ ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കുകയും ഉള്ളൂ. അജ്ഞാനത്തിന്റെ ശക്തി, അജ്ഞാനത്തിന്റെ ശത്രു ജ്ഞാനം മാത്രമാണ്. അജ്ഞാനത്തിന് വേറൊരു ശത്രു ഇല്ല ജ്ഞാനമല്ലാതെ. ആയുധങ്ങളൊന്നും അജ്ഞാനത്തിന് ശത്രുവല്ല, ബന്ധുവാണ്. അപ്പൊ അജ്ഞാനം ഇല്ലാതാവണമെങ്കിൽ ജ്ഞാനം വരണം, ജ്ഞാനം ഉറയ്ക്കണം. അപ്പൊ ഗീതാജ്ഞാനം കൊണ്ട് അജ്ഞാനം പൂർണ്ണമായി നശിച്ച് ആത്മസ്വരൂപത്തിലുള്ളതായിട്ടുള്ള, നിഷ്ഠാരൂപത്തിലുള്ളതായിട്ടുള്ള അവസ്ഥിതി അതുണ്ടാവണം. അതാണ് നിശ്രേയസം എന്ന് പറയുന്നത്. അതാണ് ഈ ഗീതാശാസ്ത്രത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് എടുത്ത് ഊന്നി പറയുകയാണ്. ഇനി ഭഗവത്ഗീതയിൽ അഭ്യുദയം എന്നുള്ളതായിട്ടുള്ള ആ ഭാവത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് വാദിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വെൽബീയിങ്, ക്ഷേമം, ലൗകികമായിട്ടുള്ള ജീവിതത്തിലുള്ളതായിട്ടുള്ള നേട്ടങ്ങൾ, അതിനെയാണ് അഭ്യുദയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഭ്യുദയമായിട്ടുള്ള കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും കൂടി ഉറപ്പിച്ചു തരികയാണ് ആചാര്യ ഭഗവത്പാദര്. ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഭഗവത്ഗീത. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഏതൊരു ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം അത്. അതല്ലെങ്കിൽ ഒരിക്കലും, മുമ്പ് അർജുനൻ പറഞ്ഞു, അവാപ്യ ഭൂമൗ അസപത്ന വൃദ്ധം രാജ്യം സുരാണാമതി ചാധിപത്യം. ഭൂമിയില് ശത്രുക്കളില്ലാത്ത രാജ്യം കിട്ടിയാലും ദേവലോകത്തിന്റെയൊക്കെ ആധിപത്യം കിട്ടിയാലും എന്റെ ഉള്ളിലുള്ള ഈ താപം നശിക്കുകയില്ലല്ലോ. യക്ഷോകമുച്ഛോഷണം ഇന്ദ്രിയാണാം. അല്ലേ? അതിനെ നീക്കുവാനുള്ള മാർഗം ഞാൻ കാണുന്നില്ല. നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യക്ഷോകമുച്ഛോഷണം ഇന്ദ്രിയാണാം. അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങളെ തപിപ്പിക്കുന്നതായിട്ടുള്ള ശോകം അത് ഇല്ലാതാവുകയില്ല. അപ്പോൾ എന്നേക്കുമായിട്ട് എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള സർവ ദുഃഖങ്ങളെയും സർവശോകങ്ങളെയും സർവതാപങ്ങളെയും നശിപ്പിക്കണം. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ അതിനും കൂടിയുള്ള മറുപടിയാണ് ഭഗവത്ഗീത. അതാണ് അവിടെ ആചാര്യ ഭഗവത്പാദര് പറഞ്ഞു വരുന്നത്. നമുക്ക് ആ ഭാഗം വായിക്കാം. അവസാന ഭാഗമാണ് ഈ ഉപോദ്ഘാതത്തിന്റെ. അഭ്യുദയാർത്ഥഃ അപി യഃ പ്രവൃത്തിലക്ഷണോ ധർമ്മോ വർണ്ണാൻ ആശ്രമാൻ ച ഉദ്ദിശ്യ വിഹിതഃ സ ദേവാദി സ്ഥാനപ്രാപ്തിഹേതുഃ അപി സന്ന് ഈശ്വരാർപ്പണ ബുദ്ധ്യ അനുഷ്ഠീയമാനഃ സത്വശുദ്ധയേ ഭവതി ഫലാഭിസന്ധി വർജിതഃ. ശുദ്ധസത്വസ്യ ച ജ്ഞാനനിഷ്ഠാ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാന ഉൽപത്തി ഹേതുത്വേന ച നിശ്രേയസ ഹേതുത്വം അപി പ്രതിപദ്യതേ. അപ്പോ പ്രവൃത്തി ലക്ഷണമായ ധർമ്മം അത് അഭ്യുദയാർത്ഥഃ അപി, അഭ്യുദയം ഇഹ ലോകത്തിലുള്ളതായിട്ടുള്ള ക്ഷേമത്തിനായിക്കൊണ്ട്, നേട്ടങ്ങൾക്കായിക്കൊണ്ട് ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങളാണ് അഭ്യുദയം എന്ന വകുപ്പിൽ പെടുക. നിശ്രേയസം എന്നത് മോക്ഷം എന്നുള്ളതായിട്ടുള്ള പുരുഷാർത്ഥമാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളാണല്ലോ 4 പുരുഷാർത്ഥങ്ങൾ. 4 പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 3 അഭ്യുദയം എന്ന വകുപ്പിലും നിശ്രേയസത്തിന്റെ ഭാഗത്താണ് മോക്ഷം എന്നതായിട്ടുള്ള 4ാമത്തെ പുരുഷാർത്ഥം.
പെടുക. അപ്പോ ധർമ്മ അർത്ഥ കാമങ്ങൾ സാധിക്കണം. തീർച്ചയായിട്ടും അതിന് ആഗ്രഹമുള്ള ആവശ്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ധർമ്മവും അർത്ഥവും കാമവും സമ്പാദിച്ചാൽ മാത്രമേ അവർക്ക് സ്വസ്ഥത ഉണ്ടാകുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഏത് മാർഗം? പ്രവൃത്തി മാർഗം. ഞങ്ങൾക്ക് ഇന്ന സ്ഥാനമാനങ്ങൾ വേണം, ഇന്ന ഐശ്വര്യം വേണം, ഇന്ന സുരക്ഷിതത്വം വേണം, സുഭിക്ഷത വേണം, ജീവിത സുഖം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അഭ്യുദയം കാക്ഷിക്കുന്നവർ. അപ്പൊ അവർക്ക് ഉള്ളതാണ് ഏത് ലക്ഷണം? പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മം. അതാണ് അഭ്യുദയാർത്ഥ അപി. അഭ്യുദയാർത്ഥമായി പറയപ്പെട്ടിട്ടുള്ള യഹ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ, ഏതൊരു പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മമുണ്ടോ, ഗൃഹസ്ഥാശ്രമ ജീവിതവും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മ വർണ്ണാൻ ആശ്രമാൻ ഉദ്ദിശ്യ വിഹിത. വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും ഉദ്ദേശിച്ച് വിഹിതങ്ങളായിട്ടുണ്ടോ, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? ഓരോ വർണ്ണങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭ്യുദയത്തിനായിക്കൊണ്ട് പ്രവൃത്തി, എന്തൊക്കെ പ്രവൃത്തികളാവാം, ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രവൃത്തി ധർമ്മം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങൾ. അതുപോലെ അതാത് ആശ്രമങ്ങൾക്കും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങൾക്കുള്ള പ്രവൃത്തി പദ്ധതികൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഗീതയിലും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ അഭ്യുദയാർത്ഥ അപി യഹ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ വർണ്ണാൻ ആശ്രമാഞ്ച ഉദ്ദിശ്യ വിഹിത. വർണ്ണാശ്രമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത് സഹ ദേവാദിസ്ഥാന പ്രാപ്തി ഹേതു അപി സന്ന്. തീർച്ചയായിട്ടും അത് ദേവാദിസ്ഥാനപ്രാപ്തി ഹേതുക്കളാണ്. പ്രവൃത്തി ധർമ്മം ആചരിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേരും, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും, സ്ഥാനപ്രാപ്തികൾ ഉണ്ടാവും. അതാണ് ദേവാദിസ്ഥാന പ്രാപ്തി ഹേതു. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ദേവന്മാരുടെ സ്ഥാനങ്ങളോ ഇന്ദ്രന്റെ സ്ഥാനമോ ബ്രഹ്മാവിന്റെ സ്ഥാനമോ ഒക്കെ കിട്ടും. എന്നുവെച്ചാൽ ഇവിടെ ഭൂമിയിൽ തന്നെ അതുപോലെയുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ലഭിക്കും. ഇവിടുന്ന് പോയാലും പരലോകത്തും സ്ഥാനങ്ങളൊക്കെ ലഭിക്കും ആ പ്രവൃത്തി ധർമ്മങ്ങൾ ചെയ്താൽ. തീർച്ചയായിട്ടും സഹ ദേവാദിസ്ഥാന പ്രാപ്തി ഹേതു അഭിസന്ന്. എന്നാൽ അതേ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാന. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ സത്വശുദ്ധയേ ഭവതി, അത് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു. അപ്പൊ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ 2 രീതിയിൽ ആചരിക്കാം. ഏത് രീതിയിൽ? ഒന്ന്, എനിക്ക് സ്വർഗാദി പ്രാപ്തി വേണം, എനിക്ക് അഭ്യുദയം വേണം, എനിക്ക് ജീവിതത്തിൽ പലതും നേടാനുണ്ട്, വെട്ടിപ്പിടിക്കാനുണ്ട് എന്നുള്ള ഭൗതികമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൽ പലതും നേടാനുള്ളതായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവൃത്തി ധർമ്മം ചെയ്യാം. അപ്പോ തീർച്ചയായിട്ടും ആ ധർമാനുഷ്ഠാനം കൊണ്ട് ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള പദവികൾ ലഭിക്കും, ഐശ്വര്യങ്ങൾ വന്നു ചേരും, സമ്പത്തും സമൃദ്ധിയും എല്ലാ നന്മകളും വന്നു ചേരും. തീർച്ചയായിട്ടും അതേ ധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാനഃ, ഈശ്വര സമർപ്പണമായി അനുഷ്ഠിക്കുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? യജ്ഞം എന്നും കർമ്മയോഗം എന്നും ഭാഗവത ധർമ്മം എന്നും ഒക്കെ പല പേരിൽ പറയുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തായി? ചെയ്യുന്ന കർമ്മങ്ങള് ഈശ്വര ആരാധനയാക്കുകയാണ് യജ്ഞം. ഓരോ കർമ്മത്തെയും ഈശ്വര ആരാധനയാക്കിയാൽ അത് യജ്ഞമായി. ഇത് ഞാൻ ചെയ്യുന്ന എന്റെ ധർമ്മം അത് ഈശ്വരനുള്ള പൂജയായി ഭവിക്കട്ടെ, ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കട്ടെ. കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാ ആത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇങ്ങനെ സമർപ്പണ ബുദ്ധിയോടുകൂടി സ്വന്തം ധർമ്മത്തെ ചെയ്താൽ അതെന്താവും? അനുഷ്ഠീയമാനഃ സത്വശുദ്ധയേ ഭവതി. സത്വശുദ്ധി എന്ന് പറഞ്ഞാൽ അന്ധക്കരണ ശുദ്ധിക്കായി കൊണ്ട് ഭവിക്കുന്നു, വാസനാക്ഷയത്തിനായി കൊണ്ട് ഭവിക്കുന്നു. ഫലാഭിസന്ധി വർജിത, അതിൽ ഫലം ഉദ്ദേശിക്കാതെ ചെയ്താൽ,
ആസക്തി ഇല്ലാതെ, ബലാഭിസന്ധി എന്ന് പറഞ്ഞാൽ ബലത്തോടുള്ളതായിട്ടുള്ള ആസക്തി, അത് വർജിതനായിട്ട് ആസക്തി ഇല്ലാതെ, കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വകർമ്മണി എന്നുള്ള ആ ഉപദേശമൊക്കെ. യോഗസ്ഥക്കുറു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. അങ്ങനെയൊക്കെയുള്ള അനേക ഗീതാവചനങ്ങള് എന്താണ്? ഫലാഭിസന്ധി വർജിത, ഫലത്തിലുള്ള ആസക്തി ഇല്ലാതെ സ്വന്തം ധർമ്മത്തെ ഈശ്വര അർപ്പണമാക്കി ചെയ്താൽ ഭൗതികമായ നേട്ടങ്ങൾ വരട്ടെ വരാതിരിക്കട്ടെ, അതിലല്ല ഇദ്ദേഹത്തിന്റെ നോട്ടം. ഇതെന്റെ അന്ധക്കരണ ശുദ്ധിക്ക് ഭവിക്കണം, എന്റെ ഉള്ളിലുള്ള വാസനകൾ ക്ഷയിക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ വാസനകൾ ക്ഷയിക്കും. എന്നിട്ട് എന്താ പ്രയോജനം വെച്ചാൽ അത് തുടർന്ന് പറയാണ്, ശുദ്ധസത്വസ്യ ച ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാനോൽപത്തി ഹേതുത്വേന ച നിശ്രേയസഹേതുത്വം അപി പ്രതിപദ്യതേ. ശുദ്ധസത്വസ്യ, ശുദ്ധസത്വസ്യ സത്വം എന്നാൽ ഇവിടെ അന്ധക്കരണം. അന്ധക്കരണം ശുദ്ധമായാൽ അവൻ എന്തിന് യോഗ്യതയാവും? ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തി ഉണ്ടാവും. അന്ധക്കരണം ശുദ്ധമായാൽ മാത്രമേ ഈ ആത്മജ്ഞാനം ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ ആത്മജ്ഞാനം ഉറയ്ക്കുമ്പോൾ ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാനോൽപത്തി ഹേതുത്വേന ച, ആ ജ്ഞാനം ആത്മജ്ഞാനം ഉൽപ്പത്തിക്ക് കാരണമായി തീരുന്നു ഈ പ്രവൃത്തി ധർമ്മം. അപ്പൊ പ്രവൃത്തി ധർമ്മവും നമുക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാക്കിയിട്ട് ജ്ഞാനോൽപത്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഹേതുത്വേന, ജ്ഞാനോൽപത്തി ഹേതുത്വേന ച നിശ്രേയസ ഹേതുത്വം അഭി പ്രതിപദ്യതേ, നിശ്രേയസ കാരണം പ്രാപിക്കുന്നു, മോക്ഷപ്രാപ്തിക്ക് കാരണമായി ഭവിക്കുന്നു. അപ്പൊ പ്രവൃത്തി ധർമ്മവും മോക്ഷത്തിലേക്ക് തന്നെ നയിക്കും. എങ്ങനെ ചെയ്താൽ? അത് ഈശ്വരാർപ്പണമായി ചെയ്താൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രവൃത്തി ധർമ്മത്തെയും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ എവിടെ ചെന്ന് ചേരുന്നു? ആ നിവൃത്തി ധർമ്മത്തിന്റെ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് ചേരുന്നു. അതാണ് ഭഗവത്ഗീതയില് 3-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നത്. അർജുനന്റെ ചോദ്യം ഈ രണ്ടിനെ കുറിച്ചുമുള്ള സംശയത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഈ എന്താ പറയാ, എന്തിനാ എന്നെ ഈ കഷ്ടം പിടിച്ച ഈ ക്രൂരമായിട്ടുള്ള യുദ്ധകർമ്മത്തിൽ ഏർപ്പെടുത്തുന്നത്? എന്നെ ജ്ഞാനമാർഗത്തിൽ, സന്യാസമാർഗത്തിൽ, സാഖ്യന്മാരുടെ മാർഗത്തിൽ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരുണ്ട് ലോകത്തില്, രണ്ട് തരക്കാരുണ്ട്, രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതിൽ ചിത്തശുദ്ധി വന്ന് അന്തർമുഖരായിരിക്കുന്ന ആളുകൾക്ക് ആ സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ജ്ഞാനമാർഗം സ്വീകരിക്കാൻ അധികാരമുള്ളൂ. അർജുന, നിന്നെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്വധർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നിട്ട് വേണം അവിടേക്ക് കയറിപ്പോകാൻ. LKG പഠിക്കുന്ന കുട്ടി 8-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഏട്ടന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും? നിനക്കും ഇരിക്കാം, ഇപ്പൊ ആയിട്ടില്ല, ഇത് അവിടേക്ക് തന്നെ എത്തിക്കുക, നീ ഇപ്പൊ ഇവിടെ ഇരിക്കുക, ഇപ്പൊ ഇവിടെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നീ അവിടേക്ക് എത്തും. ഇപ്പൊ LKG UKG ഒക്കെ പഠിച്ചു മിടുക്കാനായാൽ നാളെ 8-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ ഏട്ടൻ ഇരിക്കുന്ന ക്ലാസ്സിലോ ഇരിക്കാൻ പറ്റും. അല്ലാതെ ഇപ്പൊ തന്നെ LKG എടുത്തു ചാടാൻ പറ്റില്ല. LKG ഇരിക്കാതെ ഷോർട്ട് കട്ടിൽ നേരെ 10-ാം ക്ലാസ്സിലേക്ക് പോയിരിക്കാൻ ഏത് സ്കൂളിലും അനുവാദമില്ല. ഉണ്ടോ? അപ്പൊ ബേസിക് ആയിട്ട് വേണ്ടത് പഠിച്ചിട്ടേ അവിടേക്ക് എൻട്രി ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ അർജുനനെ സംബന്ധിച്ച്. അർജുനന് ഈ പറഞ്ഞ പ്രിലിമിനറി ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകാനുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോകാനുണ്ട്. എന്നിട്ടേ അദ്ദേഹത്തിന് നിവൃത്തിയിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ നിവൃത്തിയിലേക്ക് എത്തിയിട്ടില്ല.
അപ്പൊ അതുപോലെയുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷവും. നമ്മളൊക്കെ ആ അർജുനന്റെ തലത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടേതായിട്ടുള്ള വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം. നമ്മൾ എവിടെ നിൽക്കുന്നുവോ ആ കർമ്മങ്ങളെ ചെയ്യാം. അതോടൊപ്പം തന്നെ അതിനെ ഈശ്വര അർപ്പണമാക്കി മാറ്റാൻ ശ്രമിക്കാം. ചെയ്യുന്നത് കർമ്മയോഗമാക്കി മാറ്റാം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ഈശ്വരനിൽ അർപ്പിക്കുമ്പോഴാണ് അത് കർമ്മയോഗം. ഈശ്വരനിൽ അർപ്പിച്ചില്ലെങ്കിൽ അത് വെറും കർമ്മം. ഈശ്വരനിൽ അർപ്പിക്കാത്ത കർമ്മം വെറും കർമ്മം. ഈശ്വരനിൽ അർപ്പിക്കുന്ന കർമ്മം കർമ്മയോഗം. കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പഠിക്കും, ഗീതയിൽ പഠിക്കും. എങ്കിലും ഞാനത് ആമുഖമായിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എല്ലാ കർമ്മികളും കർമ്മയോഗികളാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. ചില ആളുകള് സാധാരണ പറയും ഞാൻ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറയും. എന്നിട്ടോ ഈശ്വരാർപ്പണമായിട്ടാണോ ഈ കർമ്മത്തെ ചെയ്യുന്നത്? അതൊന്നുമല്ല. കുറെ കർമ്മം ചെയ്യുന്നുണ്ട്, ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. അതിനെയാണ് അയാൾ കർമ്മയോഗം എന്ന് വിചാരിച്ചിരിക്കുന്നത്. വെറുതെ ഓടി നടന്ന് എന്തെങ്കിലും അധ്വാനം ചെയ്താൽ അത് കർമ്മയോഗമാവില്ല. കർമ്മയോഗമാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഈശ്വരനിൽ സമർപ്പിക്കണം. അതിൽ ലാഭവും നഷ്ടവും വന്നാലും രണ്ടിലും സംഘമില്ലാതിരിക്കണം. രണ്ടും ഈശ്വരന്റെ പ്രസാദം എന്നുള്ള ഭാവം ഉണ്ടാവണം. രണ്ടും ഈശ്വരേച്ഛയാണ്. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ആ കർമ്മം ചെയ്യുന്നതോടുകൂടി അതിന്റെ ഫലത്തിലുള്ള ആസക്തി ഇല്ലാതെ ചെയ്തു കഴിയുന്നതോടുകൂടി അത് കർമ്മയോഗമാകുന്നു. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് കാത്തിരിക്കുന്നില്ല ഒരു കർമ്മയോഗി. ഒരു സാധാരണ കർമ്മി അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. താൻ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കിട്ടിയാൽ കൂടുതൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ അയാളുടെ റിസൾട്ടിനനുസരിച്ച് അയാളുടെ ഭാവം മാറുന്നു. ഒരു കർമ്മയോഗിക്ക് റിസൾട്ട് പ്രശ്നമല്ല. കർമ്മി ചെയ്യുന്ന അതേ കർമ്മം തന്നെ കർമ്മയോഗിയും ചെയ്യുന്നു. പക്ഷെ കർമ്മി അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കർമ്മയോഗി ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ പറയുന്നത് ചെയ്യുന്ന കർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയായി അവനവന്റെ പ്രവൃത്തി ധർമ്മത്തെ, അവനവന്റെ സ്വധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്താൽ അത് ചിത്തശുദ്ധിക്ക് കാരണമാവുകയും അതിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യത നേടാൻ കഴിയുകയും, അന്ധകരണ ശുദ്ധി വന്നാൽ മാത്രമേ ഈ ആത്മജ്ഞാനത്തിന് നമ്മൾ അധികാരിയായി തീരുള്ളൂ. ഈ അഹം ബ്രഹ്മാസ്മി എന്ന ബോധം നമ്മളിൽ ഉറക്കണമെങ്കിൽ വെറുതെ ഉറക്കില്ല അല്ലേ? ഒരു അഴുക്ക് പിടിച്ച പ്രതലത്തില് നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ? ഇപ്പോ ഏത് വസ്തുക്കൾ തമ്മിൽ ഒട്ടിക്കണമെങ്കിലും, പ്ലാസ്റ്റിക് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും മരമാണെങ്കിലും ഏത് വസ്തുക്കളും തമ്മിൽ രണ്ട് വസ്തുക്കൾ കൂട്ടി യോജിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ ഇടയിലുള്ളതായിട്ടുള്ള റസ്റ്റ്, അതിന്റെ ഇടയിലുള്ളതായിട്ടുള്ള ഡസ്റ്റ്, കംപ്ലീറ്റ് പാശാറ് വീശാറ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലോണം എന്താ പറയുക ഉരച്ച് കളഞ്ഞ് സ്മൂത്താക്കി അതിന്റെ ഇടയിലാണ് പശ വെച്ചിട്ട് രണ്ടിനെയും കൂടി കൂട്ടി ഒട്ടിക്കുക അല്ലെ? അഴുക്ക് പിടിച്ചിരിക്കുന്ന പ്രതലങ്ങളെ ഒട്ടിച്ചാൽ അത് ഒട്ടുകയില്ല. അതുപോലെ നമ്മുടെ ചിത്തത്തില് പാശാറ് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയില് ആത്മജ്ഞാനം ഉറക്കുകയില്ല. ഈ ചിത്തത്തിലുള്ള പാശാറ് മുഴുവൻ കഴുകിക്കളയാനുണ്ട്. ചിത്തം വളരെ എന്താ പറയുക നല്ലോണം മിനുക്കിയെടുക്കാനുണ്ട്, നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കാനുണ്ട്. നല്ല ശുദ്ധമാക്കിയാൽ മാത്രമേ അതില് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആത്മബോധം ഉറച്ചു നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അത് ഇളകി ഇളകി പോരും. അപ്പൊ ആദ്യം നല്ലോണം ഈ പാശാറും പൊടിയും എല്ലാ അഴുക്കുകളും കളഞ്ഞ് ഇതാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദ ഗൃഹസ്ഥാശ്രമി എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അർജുനനോട് അത് തന്നെയാ പറയുന്നത്. അർജുനൻ ഗൃഹസ്ഥാശ്രമിയാണ്. അർജുനൻ നമ്മളെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമിയാണ്. ആ അർജുനനോട് പറയുന്നത് നമ്മളോടുള്ള ഉപദേശം തന്നെയാണ്. എല്ലാ ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശമാണ് അർജുനനോടുള്ള ഉപദേശം. അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഇത്രയും പ്രസക്തി.
ഈ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തി എന്തുകൊണ്ടെന്നാൽ അത് അർജുനനോടുള്ള ഉപദേശമാണ്, ഗൃഹസ്ഥാശ്രമിയോടുള്ള ഉപദേശമാണ്, കർമ്മയോഗത്തിന് ഉള്ള പ്രേരണയാണ്. ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. മറ്റ് ഗീതകളെക്കാൾ ഈ ഗീത എന്തുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു, പോപ്പുലറായിരിക്കുന്നു? എന്തുകൊണ്ട് അനുഗീത പോപ്പുലറായില്ല? ഇതിനേക്കാൾ വലിയ ഫിലോസഫിയാണ് അനുഗീതയിലുള്ളത്. എന്തുകൊണ്ട് മറ്റു പല ഗീതകളും ഈ ഗീത പോലെ പോപ്പുലറായില്ല? ഉദ്ധവന് കൊടുത്ത ഗീത ഈ ഭഗവത്ഗീത പോലെ പോപ്പുലറായില്ല. എന്തുകൊണ്ട് അഷ്ടാവക്ര ഗീത ഇതുപോലെ പോപ്പുലറായില്ല? എന്തുകൊണ്ട് രാമഗീത ഇതുപോലെ പോപ്പുലറായില്ല? അനേക ഗീതകളുണ്ട്, നൂറുകണക്കിന് ഗീതകളുണ്ട്. ഭഗവാൻ ഉപദേശിച്ചതും പല അവതാര പുരുഷന്മാർ ഉപദേശിച്ചതുമായിട്ടുള്ള അനേക ഗീതകളുണ്ട്. മഹാദേവൻ ഉപദേശിച്ച ഗീതകളുണ്ട്, സുബ്രഹ്മണ്യസ്വാമി ഉപദേശിച്ച ഗീതകളുണ്ട്, ഗണേശൻ ഉപദേശിച്ച ഗണേശ ഗീതയുണ്ട്, അനേക മഹാത്മാക്കൾ ഉപദേശിച്ച ഗീതകളുണ്ട്. അതൊന്നും പോപ്പുലറായില്ല. എന്തുകൊണ്ട് ഈ ഗീത മാത്രം പോപ്പുലറായി? ശ്രീമദ് ഭഗവത്ഗീത ലോക പ്രശസ്തമായി. ഗീതകളിൽ ഒന്നാമതായി ഗീത എന്ന് കേൾക്കുമ്പോൾ ഒരു ഗീതയെ എല്ലാവർക്കും ഓർമ്മ വരുള്ളൂ. എന്തുകൊണ്ടെച്ചാൽ അത് ഗൃഹസ്ഥാശ്രമിയായ ഉത്തരവാദിത്വമുള്ള ക്ഷത്രിയനായ യുദ്ധരംഗത്ത് കമ്മിറ്റഡായി നിൽക്കുന്ന ആ അർജുനനോട് ഉപദേശിച്ചത് കൊണ്ടാണ് ഈ ഗീതയ്ക്ക് ഇത്രയും പ്രാധാന്യം. കാരണം ലോകത്തില് 99.9999% ആളുകളും അർജുനസ്ഥാനീയരാണ്. അർജുനസ്ഥാനീയരാണ്. എല്ലാവരും ഈ വാസനാ സമ്പന്നരാണ്. എല്ലാവരും ഈ ലോകത്തില് പല കാര്യങ്ങളിൽ ഈടുപെട്ടിരിക്കുന്ന ആളുകളാണ്. ചിത്തശുദ്ധി പൂർണ്ണമായിട്ടുള്ള ആളുകളല്ല ഇവിടെ കൂടുതലും. 99.999% ആളുകളും അർജുന സ്ഥാനീയരാണ്. സനകാദികളെ പോലെയുള്ള അവസ്ഥ എത്തിയിട്ടില്ല. ചിത്തശുദ്ധി വന്നതായിട്ടുള്ള ആളുകളോടെ മറ്റു വലിയ ഗീതകളൊക്കെ ഉപദേശിക്കേണ്ടതുള്ളൂ. ഉദ്ധവഗീതയും അനുഗീതയുമൊക്കെ അങ്ങനെയുള്ളവർക്കുള്ളതാണ്. യോഗവാസിഷ്ഠവും അഷ്ടാവക്ര ഗീതയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുള്ളതാണ്. ഇത് സാധാരണക്കാർക്കുള്ള ഗീതയാണ് ഈ ഭഗവത്ഗീത. അർജുനൻ എന്നൊരു സാധാരണക്കാരന്, നമ്മുടെയൊക്കെ ഒരു പ്രതീകമാണ് അർജുനൻ, നമ്മുടെയൊക്കെ ഒരു ജ്യേഷ്ഠനാണ്, നമ്മുടെയൊക്കെ മാതൃകയാണ് അർജുനൻ. അതുകൊണ്ട് പിന്നെയും പിന്നെയും ചോദിക്കരുത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന്. ഇറ്റ് ഈസ് പോസിബിൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്ഠിക്കണം എന്നേ പറയുന്നുള്ളൂ. മനസ്സിലാക്കാതെ ഗീത പഠിച്ചിട്ട് പിന്നെയും പഴയ പടി തന്നെ ജീവിച്ചാൽ മാറ്റമില്ല. ഗീത പഠിക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തും. അതാണ് മുമ്പേ പറഞ്ഞ കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം. ഇതുവരെ കർമ്മിയായിരുന്ന നമ്മൾ ഗീത പഠിക്കുന്നതോടുകൂടി കർമ്മയോഗിയായി മാറണം. അതാണ് അർജുനനിൽ സംഭവിച്ചത്. ഇതുവരെ വെറും കർമ്മിയായിരുന്നു അർജുനൻ, നല്ലോണം കർമ്മം ചെയ്തിട്ടുണ്ട്, ലോക വിജയിയായിരുന്നു അർജുനൻ, എല്ലായിടത്തും ജയം മാത്രം ശീലമായിരുന്നു അർജുനന്. അങ്ങനെയുള്ള കർമ്മിയായിരുന്ന അർജുനൻ ഇനിതാ ഈ ഗീതോപദേശം കഴിയുന്നതോടുകൂടി കർമ്മയോഗിയായി മാറുന്നു. പിന്നീട് അർജുനൻ തന്റെ യുദ്ധം കഴിഞ്ഞു, അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനുഗീത കേൾക്കുമ്പോഴേക്കും കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് എത്തി. കർമ്മയോഗം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടിയവനായി മാറുകയാണ്. അപ്പോഴാണ് അനുഗീതയ്ക്ക് അധികാരിയായി മാറുന്നത്, നിവൃത്തി ധർമ്മത്തിന് അധികാരിയായി മാറുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഗീത എന്നുള്ളത്, ഈ ഗീത, ഈ ശ്രീമദ് ഭഗവത്ഗീത, അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അർജുനന്റെ തലത്തിലുള്ള ആളുകൾക്ക് കർമ്മയോഗത്തിനായി കൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അഭ്യുദയാർത്ഥമായി ചെയ്യുന്ന കർമ്മത്തെയും ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുമ്പോൾ അത് ചിത്തശുദ്ധിക്ക് കാരണമാവുകയും നിശ്രേയസത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു.
ജ്ഞാനപ്രാപ്തിക്ക് നമ്മളെ അധികാരിയാക്കി ആ ജ്ഞാനനിഷ്ഠയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്നു. അങ്ങനെ പരമമായിട്ടുള്ള നിശ്രേയസത്തിന് നമ്മൾ അധികാരികളായി ഭവിക്കുന്നു. അപ്പൊ ഗീത കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ്? നമ്മുടെ ഉള്ളില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ അതേ കർമ്മങ്ങൾ അതേ രംഗത്ത് തന്നെ ചെയ്തോളൂ. പക്ഷേ ഒരു ഇന്റേണൽ ചേഞ്ച്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ചെയ്യുന്ന കർമ്മം ഈശ്വര അർപ്പണമാകുന്നു, വാസനാക്ഷയത്തിനായി കൊണ്ടായി മാറുന്നു, ചിത്തശുദ്ധിക്കായി കൊണ്ട് മാറുന്നു. അപ്പോഴാണ് ആധ്യാത്മിക സാധകനായി മാറുന്നത്. അതുവരെ നമ്മളൊരു അർത്ഥാർത്ഥിയും ആർത്തനുമൊക്കെ ആയിരിക്കുന്ന ഒരു ലെവലാണ്. ഭഗവാൻ ഇനി ഗീതയില് 4 തരം ഭക്തന്മാരെ കുറിച്ച് പറയും 7-ാം അധ്യായത്തില്. അർജുന, എന്നെ 4 തരം ഭക്തന്മാർ ഭജിക്കുന്നുണ്ട്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ആർത്തനും അർത്ഥാർത്ഥിയും ജ്ഞാനിയും, അല്ലെങ്കിൽ ജിജ്ഞാസുവും ജ്ഞാനിയും. അപ്പൊ അതിൽ ആർത്തന്മാരും അർത്ഥാർത്ഥികളുമാണ് ഈ ലോകത്തിലുള്ള കൂടുതൽ ആളുകളും. ഭക്തന്മാരെന്നൊക്കെ പറയുന്നുണ്ട് പലരും. ഗുരുവായൂരപ്പന്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, ശബരിമലയിൽ നല്ല തിരക്കുണ്ട്, തിരുപ്പതിയിൽ നല്ല തിരക്കുണ്ട്. ഒന്നും ആധ്യാത്മിക സാധകന്മാരല്ല. ആധ്യാത്മിക സാധകന്മാരാവണമെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടി ഈശ്വര ഭജനം ചെയ്യുന്നവരാവണം. അല്ലാതെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, തന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി, തന്റെ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി, തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈശ്വര ഭജനം ചെയ്യുന്നവരൊക്കെ ആദ്യത്തെ 2 ഇതിൽ പെടുന്നവരാണ്. ആർത്തഭക്തനും അർത്ഥാർത്ഥി ഭക്തനും. ആധ്യാത്മിക സാധകനാകുമ്പോൾ അയാൾ ജിജ്ഞാസു ലെവലിലേക്ക് ഉയർന്നു. അങ്ങനെ സാധകനായി ഉയർന്ന് സിദ്ധനായി തീരുമ്പോൾ ജ്ഞാനിയായി തീരുന്നു അയാള്. അപ്പൊ ജിജ്ഞാസു ഭക്തനും ജ്ഞാനി ഭക്തനും അത് മുകളിലുള്ള 2 തലങ്ങളാണ്. ആദ്യത്തെ ഭക്തിയുടെ ആരംഭം ആർത്തനും അർത്ഥാർത്ഥിയുമായിട്ടാണ്. അപ്പൊ നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുന്നു എന്ന് ആദ്യം നിശ്ചയിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ മതിയോ എന്ന് തീരുമാനിക്കാം. അപ്പോ ഒരു സാധകൻ എന്ന് പറയണമെങ്കിൽ ഒരു ഭക്തൻ സാധകൻ ആവുന്നില്ല. എല്ലാ ഭക്തന്മാരും സാധകന്മാരാവുന്നില്ല. സാധകന്മാരെല്ലാവരും ഭക്തന്മാരാവാം, സാധകന്മാരെല്ലാം ഭക്തന്മാരാവാം. ഭക്തന്മാരെല്ലാവരും സാധകന്മാരാവുകയില്ല. സാധകൻ എന്ന് പറയുമ്പോഴേക്കും അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി സാധന ചെയ്യുന്നവരാണ്, ആത്മജ്ഞാനത്തിന് വേണ്ടി സാധന ചെയ്യുന്നവരെയാണ് ആധ്യാത്മിക സാധകൻ എന്ന് പറയുക. അപ്പൊ 2 വ്യത്യാസമുണ്ട്. സാധാരണ അമ്പലങ്ങളിൽ ഇടിച്ചു കയറുന്ന ഭക്തന്മാരും ആത്മീയമായിട്ടുള്ള ഉയർവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഈശ്വര ദർശനം ചെയ്യുന്നവരും തീർത്ഥാടനം ചെയ്യുന്നവരും. മനസ്സിലാക്കുക. അപ്പൊ ആധ്യാത്മിക കേന്ദ്രങ്ങൾ തെരഞ്ഞു പോകുന്ന സാധകന്മാരുണ്ട്. അവരിതുപോലെ തിരുപ്പതിയിലും ഗുരുവായൂരിലും ആയിരിക്കില്ല ചിലപ്പോൾ തിരക്കുക. അവർ ആധ്യാത്മികമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ആ തീർത്ഥാടനം നടത്തുക. രമണ മഹർഷി എവിടെയായിരുന്നത്, കൈലാസം എവിടെയാണ്, കേദാരനാഥം എവിടെയാണ്, തപോവനങ്ങൾ എവിടെയാണ്, സിദ്ധന്മാരുടെ ഭൂമികകൾ എവിടെയാണ്. അങ്ങനെയാണ് ആധ്യാത്മിക സാധകന്മാർ തീർത്ഥാടനം ചെയ്യുക. മഹാത്മാക്കളുടെ സന്നിധികളിലേക്ക് പോകുന്നു ആധ്യാത്മിക സാധകന്മാർ. സാധാരണ ഭക്തന്മാർ എവിടെ പോയാൽ സാമ്പത്തികമോ അതുപോലെയുള്ള ഭൗതികമോ ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിക്കൂടുന്നു. അപ്പൊ എവിടെയാ തിരക്ക് കൂടുതല്? എവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും എന്ന് ഉറപ്പുണ്ടോ അവിടെയാണ് തിരക്ക് കൂടുതൽ. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെയാണ് തിരക്ക് കൂടുതൽ. ചിന്തിക്കുക. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഗീത എല്ലാവർക്കുള്ള ഗീതയാണ്. ഏറ്റവും ലേമാൻ അടക്കമുള്ളവർക്കുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു ലേമാനെ ഒരു ആധ്യാത്മിക സാധകനാക്കി ഉയർത്തുന്ന ഗീതയാണ് ഈ ഗീത. ഒരു സാധാരണ പ്രാകൃത മനുഷ്യനെ
അധ്യാത്മപന്ഥാവിലേക്ക് കയറ്റിവിടുന്നതായിട്ടുള്ള ഒരു ഗീതയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇതിൽ കയറിക്കഴിഞ്ഞ് വളരെ ഔന്നത്യത്തിൽ എത്തിയവർക്കാണ് മറ്റു ഗീതകളൊക്കെ. ഇത് ഏറ്റവും ബിഗിനേഴ്സിനുള്ള ഗീതയാണ്. എന്നാൽ ബിഗിനേഴ്സിന് മാത്രമാണോ? ഇത് എൻഡ് വരെ കൊണ്ടുപോകാനും ഈ ഗീത മതി. ഈ ഗീതയിലൂടെ തന്നെ പോയാൽ എൻഡ് വരെ എത്തുകയും ചെയ്യും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്നത് അവസാന വാക്കാണ്. ആധ്യാത്മികമായിട്ടുള്ള ഉപദേശങ്ങളുടെ അവസാന ഉപദേശമാണത്. ഇനി അതിൽ പരം ഉപദേശമൊന്നുമില്ല. അപ്പൊ ഇവിടെ LKG തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും വരെയുള്ള എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസ് ആണ് ശ്രീമദ് ഭഗവത്ഗീത. മറ്റ് ഗീതകളില് ഈ മുഴുവൻ സിലബസും ഉണ്ടാവില്ല. ഒരു പൂർണ്ണ സമഗ്രമായിട്ടുള്ള പഠന പദ്ധതി അതിലുണ്ടാവില്ല. ഇത് സമഗ്രമാണ്. ഏറ്റവും ബോട്ടം ലെവലിലുള്ള ലേമാൻ മുതൽക്ക് മാർക്കറ്റ് പ്ലേസില് ചുമട്ടു തൊഴിലാളികളടക്കം, മീൻ ചന്തയില് മീൻ വിൽക്കുന്നവരടക്കം, മുക്കുവന്മാർക്കടക്കം, ഏത് പ്രാകൃതനും ഏത് ആദിവാസിക്കും ഉൾക്കൊള്ളാവുന്നതായിട്ടുള്ള ആ തലത്തിൽ നിന്നാണ് ഈ ഗീത തുടങ്ങുന്നത്. അതാണ് ഈ ഗീതയുടെ മഹത്വം, ഈ ഭഗവത്ഗീതയുടെ വിജയം. ഇതിന്റെ എന്താ പറയുക, പോപ്പുലാരിറ്റിക്ക് കാരണം അതാണ്. ഇത് യൂണിവേഴ്സൽ ആണ്. ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല, ചില എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല ഈ ഗീത. ദിസ് ഇസ് യൂണിവേഴ്സൽ, സാർവലൗകികം എന്ന് പറയാം. എല്ലാവർക്കും, ഏതൊരാൾക്കും പിന്തുടരാവുന്നതാണ് ഈ ഗീത. മറ്റ് ഗീതകളൊക്കെ കുറെ കൂടി ഹയർ ലെവലിലുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പൊ ഇനി ചോദിക്കരുത് ഈ പറഞ്ഞതൊക്കെ സാധാരണക്കാർക്ക് സാധ്യമാണോ, ഞങ്ങൾക്ക് സാധ്യമാണോ എന്ന് ഇനി ചോദിക്കരുത് പ്ലീസ്. ഗീത കേൾക്കും തോറും പിന്നെ മനസ്സിലാവും, എങ്കിലും നല്ലോണം മനസ്സിലെത്തി കേൾക്കുക. അപ്പോ ഈ പറഞ്ഞ പ്രവൃത്തി ലക്ഷണമായ ധർമ്മം അനുഷ്ഠിക്കപ്പെടുമ്പോൾ സത്വശുദ്ധയെ ഭവതി ബലാഭിസന്ധി വർജിതഃ ശുദ്ധ സത്വസ്യ ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാനോൽപത്തി ഹേതുത്വേന ച നിശ്രേയസ ഹേതുത്വം അപി പ്രതിപദ്യതേ. ആ നിശ്രേയസത്തിന് കാരണമായി ഭവിക്കുന്നു, ആ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുന്നു. തദാച ഇമമേവ അർത്ഥം അഭിസന്ധായ വക്ഷ്യതി ബ്രഹ്മണ്യാദായ കർമാണി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയേ ഇതി. അപ്പോ ആചാര്യ ഭഗവത്പാദർ ഗീതയിൽ നിന്ന് തന്നെ വരാനിരിക്കുന്ന അധ്യായങ്ങളിലെ ശ്ലോകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. 5-ാം അധ്യായത്തിലെ 10ഉം 11ഉം ശ്ലോകങ്ങളാണ് ഇവിടെ എടുത്ത് കോട്ട് ചെയ്തത്. തദാച ഇമം ഏവ അർത്ഥം അഭിസന്ധായ വക്ഷ്യതി. ഈ പ്രയോജനത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാൻ പറയും. വക്ഷ്യതി, വക്ഷ്യതി എന്ന് പറഞ്ഞാൽ പറയും, ഗീതയിൽ പറയാൻ പോകുന്നു എന്നർത്ഥം. 5-ാം അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം പറയണു, ബ്രഹ്മണ്യാദായ കർമാണി സംഘം തെക്വാ ധനഞ്ജയ. ബ്രഹ്മത്തിൽ കർമ്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സംഘം ഇല്ലാതെ ആരാണോ കർമ്മം ചെയ്യുന്നത്, ലിപ്യതേ ന സ പാപേന പദ്മപത്രമിവംബസ സഹ പാപേന ന ലിപ്യതേ. അവന് പുണ്യപാപങ്ങൾ സ്പർശിക്കുന്നില്ല. കാരണം അവൻ അവന്റെ കർമ്മങ്ങളെ ബ്രഹ്മത്തിൽ അർപ്പിച്ചു. ബ്രഹ്മാർപ്പണം, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം എന്ന ബോധത്തോടെ, സമ്യക് ദർശനത്തോടെ ഈശ്വരാർപ്പണമാക്കി തന്റെ കർമ്മങ്ങളെ ചെയ്തു. അതുകൊണ്ട് അതിന്റെ പുണ്യപാപങ്ങളാകുന്ന വാസനകൾ അവനെ പിന്നെ ബാധിക്കുന്നില്ല. പത്മപത്രമിവാംബസ, താമരദളത്തെ വെള്ളം സ്പർശിക്കാത്തതുപോലെ. അപ്പൊ കർമ്മം
ചെയ്യാം. ആ ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമാക്കിയിട്ട് ബ്രഹ്മണ്യാദായ കർമാണി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വ ആത്മശുദ്ധയേ. അത് 11ാമത്തെ ശ്ലോകം. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വ ആത്മശുദ്ധയേ. ആ 11ാമത്തെ ശ്ലോകം 5ാം അധ്യായത്തിൽ പറയുന്നു, യോഗികൾ കർമ്മയോഗികൾ കർമ്മ കുർവന്തി കർമ്മം ചെയ്യുന്നു. എന്തൊക്കെ കൊണ്ട്? കായം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ. കേവലൈഹി എന്ന് പറഞ്ഞു. കേവലം കായേന, കേവലം മനസ, കേവലം ബുദ്ധിയ, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാലോ അതിലൊന്നും ഫലാഭിസന്ധി ഇല്ലാതെ അതാത് കരണങ്ങളെ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സംഘം തെക്വ, അതിലൊന്നും സംഘമില്ലാതെ. അപ്പൊ എന്തിനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? ആത്മശുദ്ധയെ. ആത്മശുദ്ധയെ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധക്കരണ ശുദ്ധയെ എന്നർത്ഥം. അല്ലാതെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ല, അത് നിത്യശുദ്ധമാണ്. ഇവിടുത്തെ ആത്മശബ്ദത്തിന് അന്ധക്കരണം എന്നർത്ഥം. അപ്പൊ അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് കർമ്മയോഗികൾ. അവരൊരു കർമ്മത്തെയും ഉപേക്ഷിക്കുന്നില്ല. പക്ഷെ കർമ്മഫലത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. സംഘം തെക്വ, കേവലമായിട്ടുള്ള കർമ്മമാണ് അവർ ചെയ്യുന്നത്. ആസക്തിയോടുകൂടിയ കർമ്മമല്ല. അവരുടെ മനസ്സ് കർമ്മത്തിന്റെ പുറകെ പോകുന്നില്ല, അതിന്റെ ഫലം കിട്ടുന്നത് വരെ. ഞാൻ ഇന്ന കർമ്മം ചെയ്തു, അതിന്റെ ഫലം എന്താ വരാത്തത്, അതെന്താ ഞാൻ ഉദ്ദേശിച്ചതുപോലെ വരാത്തത്, ഇങ്ങനെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. ചെയ്യേണ്ടത് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആത്മശുദ്ധയെ, അന്ധക്കരണ ശുദ്ധയെ എന്നൊക്കെ ഇനി പറയാൻ പോകുന്നു ഭഗവാൻ തന്നെ എന്ന് ഇവിടെ എടുത്ത് കാണിച്ചു തരികയാണ്. ഗീതയിലുള്ള അഭിപ്രായമാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നത്, അല്ലാതെ താൻ എവിടുന്നെങ്കിലും കൊണ്ടുവന്നതല്ല. ഗീതയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും ആചാര്യ ഭഗവത്പാദർ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇമം ദ്വിപ്രകാരം ധർമ്മം നിശ്രേയസ പ്രയോജനം പരമാർത്ഥ തത്വം ച വാസുദേവാക്യം പരബ്രഹ്മ അഭിധേയഭൂതം വിശേഷതഃ അഭിവ്യഞ്ജയത് വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത് ഗീതാശാസ്ത്രം. അപ്പൊ ഇമം ദ്വിപ്രകാരം ധർമ്മം, ഈ ദ്വിപ്രകാരമായിട്ടുള്ള ധർമ്മം. അതാണ് ദ്വിപ്രകാരം: പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും. നിശ്രേയസ പ്രയോജനം, ഈ രണ്ട് ധർമ്മത്തിന്റെയും ലക്ഷ്യം എന്താണ്? പ്രയോജനം എന്താണ്? നിശ്രേയസം, മോക്ഷം, പരമമായ സ്വാതന്ത്ര്യം, പരമമായ ശ്രേയസ്. അതാണ് ലക്ഷ്യം. ഏത് രണ്ടിന്റെയും? പ്രവൃത്തി ധർമ്മത്തിന്റെയും നിവൃത്തി ധർമ്മത്തിന്റെയും രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ്. അതാണ് പരമാർത്ഥ തത്വം. ആ പരമാർത്ഥ തത്വജ്ഞാനം തന്നെയാണ് വാസുദേവാക്യം. ആ പരമാർത്ഥത്തെ തന്നെയാണ് വാസുദേവൻ എന്നൊക്കെ വിളിക്കുന്നത്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വസിച്ച് പ്രകാശിക്കുന്ന സച്ചിദാനന്ദം ബ്രഹ്മ. സച്ചിദാനന്ദം ബ്രഹ്മത്തിന്റെ പര്യായ ശബ്ദം തന്നെയാണ് വാസുദേവൻ. അപ്പൊ വാസുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള പരബ്രഹ്മ അഭിധേയഭൂതം, പരബ്രഹ്മം എന്നൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള ആ വിഷയത്തെയാണ് വിശേഷതഃ അഭിവ്യഞ്ജയത്, വിശേഷമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഗീതാശാസ്ത്രത്തിൽ. വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത് ഗീതാശാസ്ത്രം. അപ്പൊ അതാണ് ഈ പരമാർത്ഥ തത്വ സാക്ഷാത്കാരമാണ് ഗീതാശാസ്ത്രത്തിന്റെ പരമമായിട്ടുള്ള പ്രയോജനം, വിശിഷ്ടമായിട്ടുള്ള പ്രയോജനം. അതിനോട് സംബന്ധപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രയോജനം ആരാണോ ആഗ്രഹിക്കുന്നവര്, അവരാണ് ഇത് പഠിക്കുവാനുള്ള അധികാരി. അപ്പൊ ഗീതയിലെ വിഷയവും ഈ പരമാർത്ഥ തത്വമാണ്, ബ്രഹ്മവിദ്യയാണ്. അതിനെ പ്രായോഗികമാക്കാനുള്ള പദ്ധതികൾ യോഗശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പരമമായിട്ടുള്ള പ്രയോജനം, പരമമായിട്ടുള്ള നിശ്രേയസം. ഇത് വേണ്ടവരാണ് അധികാരിയായിട്ടുള്ള ഗീതാ വിദ്യാർത്ഥി. അപ്പൊ അനുബന്ധ ചതുഷ്ടയം എന്നുള്ള കാര്യത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് യതഃ തദർത്ഥേ വിജ്ഞാതേ
സമസ്ത പുരുഷാർത്ഥ സിദ്ധി അതഃ തദ് വിവരണേ യത്നഃ ക്രിയതേ മയാ. അപ്പൊ ഈ ഗീതയുടെ അർത്ഥം വിജ്ഞാതേ, നല്ലതുപോലെ അറിയപ്പെടുമ്പോൾ, സമസ്ത പുരുഷാർത്ഥ സിദ്ധി, സമസ്ത പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നു. പ്രവൃത്തി ധർമ്മത്തിലൂടെ ധർമാർത്ഥ കാമങ്ങളും അതിന്റെ ലക്ഷ്യമായി മോക്ഷവും. സമസ്ത പുരുഷാർത്ഥ സിദ്ധി അതഃ, അതുകൊണ്ട് തദ് വിവരണേ, ആ ഗീതയെ അതിന്റെ അർത്ഥങ്ങളെ വിവരണം ചെയ്യുവാൻ യത്നഃ ക്രിയതേ മയാ, മയാ യത്നഃ ക്രിയതേ, ഞാനിതാ പ്രയത്നം ചെയ്യുന്നു. അപ്പൊ ലോകത്തിന് വേണ്ടി ഇതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഞാനിതാ പ്രയത്നം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആമുഖമായി അവസാനിപ്പിക്കുകയാണ്. ഉപോദ്ഘാതം ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. മയാ യത്നഃ ക്രിയതേ. അപ്പൊ എന്റെ ഈ പ്രയത്നം ലോകത്തിന് ഗീതയുടെ ഉള്ളടക്കം, പൊരുൾ ശരിയായ രീതിയിൽ അനാവരണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാവർക്കും ഈ ഗീതയെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ അവർക്ക് 4 പുരുഷാർത്ഥങ്ങളും നേടാം. അർജുനനെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് ധർമാർത്ഥ കാമങ്ങൾ സാധിച്ചുകൊണ്ട്, ചിത്തശുദ്ധി നേടിക്കൊണ്ട്, ആത്മജ്ഞാനത്തിന് പരമാർത്ഥമായിട്ടുള്ള ആ ഒരു ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് അധികാരിയായി തീർന്ന് പരമമായിട്ടുള്ള നിശ്രേയസം എന്ന ലക്ഷ്യത്തെയും പ്രാപിക്കാം. അപ്പോ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം എന്ന് പറഞ്ഞതിനെ സ്ഥാപിച്ചു. ഈ ഭഗവത്ഗീത സകല വേദങ്ങളുടെയും അർത്ഥത്തിന്റെ സാരസംഗ്രഹമായി ഭവിച്ചതാണ്. വേദത്തിൽ കർമ്മകാണ്ഡവുമുണ്ട്, ജ്ഞാനകാണ്ഡവുമുണ്ട്. വേദത്തിലെ കർമ്മകാണ്ഡങ്ങൾ ധർമാർത്ഥ കാമങ്ങൾ സാധിക്കാനാണ്. ജ്ഞാനകാണ്ഡമാണ് നിശ്രേയസ പ്രാപ്തിക്കായിക്കൊണ്ട്, മോക്ഷപ്രാപ്തിക്കായിക്കൊണ്ട്. അപ്പൊ അത് വേദത്തില് ഈ ഉൾക്കൊണ്ടിട്ടുള്ള ഈ 4 പുരുഷാർത്ഥങ്ങളെയും ഭഗവത്ഗീതയും ഉൾക്കൊണ്ടിരിക്കുന്നു. സാധാരണ മറ്റു പല ഗീതകളും മോക്ഷം എന്നതായിട്ടുള്ള ആ ലക്ഷ്യം മാത്രമായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക, ധർമാർത്ഥ കാമങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവും. ഈ ഗീത ധർമാർത്ഥ കാമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പ്രവൃത്തി ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കാരണം അർജുനനാണ് ഇവിടുത്തെ അധികാരി. അപ്പൊ അർജുനസ്ഥാനീയരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കുമായിട്ടുള്ള ഉപദേശമാണ് ഈ ഗീത. ഇതിൽ പ്രവൃത്തി ധർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷെ ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യം പരമമായിട്ടുള്ള നിശ്രേയസം, മോക്ഷം. അതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അവിടെ മാത്രമേ സകല സംസാര ദുഃഖങ്ങളുടെയും നിവൃത്തി ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതാണ് അർജുനന്റെ ചോദ്യത്തില്, എനിക്ക് എങ്ങനെയായാൽ എന്റെ ദുഃഖം പൂർണ്ണമായിട്ടില്ലാതെയാവും, ആ പരിപൂർണമായിട്ടുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ഉപദേശം തരൂ. നഹി പ്രപശ്യാമി മമാപനുദ്യാദ്യശോകമുച്ഛോഷണം ഇന്ദ്രിയാണാം. എന്റെ ഇന്ദ്രിയങ്ങളുടെ താപത്തെ, എന്നെ ഉള്ളിൽ തപിപ്പിക്കുന്നതായിട്ടുള്ള ഈ താപത്തെ ഇല്ലാതാക്കുന്ന അറിവാണ് എനിക്ക് വേണ്ടത്. എന്തെല്ലാം നേടിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഈ താപം ശേഷിക്കുന്നു, ഈ അഗ്നി കെടുന്നില്ല, ഈ നീറ്റൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നീറ്റൽ എന്നേക്കുമായി ശമിച്ച് എന്റെ ഉള്ളം കുളിരണം. എനിക്ക് ഉള്ളിലൊരു കുളിർമ അനുഭവപ്പെടണം, പരമമായിട്ടുള്ള നിർവൃതി, ശാന്തി അനുഭവപ്പെടണം. അതിനുള്ള മാർഗം എന്താണെന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പോ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ ഉള്ളിന്റെ ഉള്ളിലുള്ള നീറ്റല്, അഗ്നി, അത് ശമിപ്പിച്ച് ഉള്ളിന്റെ ഉള്ളില് ആ കുളിരിന്റെ ഉറവ, ആ അമൃത പ്രവാഹം, ഉള്ളിൽ ആനന്ദ പ്രവാഹം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഒരു അറിവാണ് ഈ ഗീതോപദേശം. അപ്പോ ഉപോദ്ഘാതം കഴിഞ്ഞു. ഇനി നമുക്ക് ഗീത 10-ാം ശ്ലോകത്തിന്റെ ശേഷം
നമ്മുടെ ഭാഷ്യകാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 11ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. 11ാം ശ്ലോകം മുതൽക്കാണ് ഗീത ആരംഭിക്കുന്നത്, അല്ലേ? അശോച്യാൻ അന്വശോചസ്ത്വം, അതാണ് ഗീതയുടെ ആരംഭം. അപ്പോ നമുക്ക് നോക്കാം. ശങ്കര ഭാഷ്യം 10ാം ശ്ലോകത്തിന് ശേഷമുള്ള ഭാഷ്യം. അത്ര ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ഇത്യാരഭ്യ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇതി ഏതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥഃ. തദാ ഹി അർജുനേന രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹം യേഷാം മമ ഏതേ ഇത്യേവം ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹ വിച്ഛേദാദി നിമിത്തൗ ആത്മനഃ ശോകമോഹൗ പ്രദർശിതൗ കഥം ഭീഷ്മമഹം സംഖ്യേ ഇത്യാദിനാം. ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേക വിജ്ഞാനഃ സ്വതഃ ഏവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്തോപി തസ്മാത് യുദ്ധാത് ഉപരരാമാം പരധർമ്മം ച ഭിക്ഷാജീവനാദികം കർത്തും പ്രവൃതേ. തദാ ച സർവപ്രാണിനാം ശോകമോഹാദിദോഷാവിഷ്ടചേതസാം സ്വഭാവതഃ ഏവ സ്വധർമ്മ പരിത്യാഗഃ പ്രതിഷിദ്ധസേവാ ച സ്യാത്. സ്വധർമ്മേ പ്രവൃത്താനാമപി തേഷാം വാങ്മനഃകായാദീനാം പ്രവൃത്തിഃ ബലാഭിസന്ധി പൂർവികാ ഏവ സാഹങ്കാരാ ച ഭവതി. തത്ര ഏവം സതി ധർമാധർമ്മോപചയാത് ഇഷ്ടാനിഷ്ടജന്മ സുഖദുഃഖ സംപ്രാപ്തി ലക്ഷണഃ സംസാരഃ അനുപരതോ ഭവതി ഇത്യതഃ സംസാര ബീജഭൂതൗ ശോകമോഹൗ. തയോശ്ച സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനാത് ന അന്യതോ നിവൃത്തിഃ ഇതി തദുപദിദിക്ഷുഃ. സർവലോകാനുഗ്രഹാർത്ഥം അർജുനം നിമിത്തീകൃത്യ ആഹ ഭഗവാൻ വാസുദേവഃ അശോച്യാൻ ഇത്യാദി. ഇതുവരെയ്ക്ക് ഒരു ആമുഖം ആണ്. അശോച്യാൻ ഇത്യാദി, ഭഗവാൻ അശോച്യാൻ അന്വശോചസ്ത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്തുകൊണ്ട്? അർജുനന്റെ പ്രശ്നങ്ങളും ഭഗവാന്റെ ഉത്തരവും തമ്മില് എന്ത് ബന്ധം? അല്ലേ? അർജുനൻ എന്തൊക്കെയോ പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞൂലോ, അതിനുള്ള മറുപടി തന്നെയാണോ ഭഗവാൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് പരസ്പര ബന്ധമുള്ള കാര്യമാണോ എന്ന് വ്യക്തമാക്കണം. കാരണം അർജുനൻ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ തളരുന്നു, എന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം പോകുന്നു, പല ന്യായങ്ങൾ പറഞ്ഞു അതിന്. അതുകൊണ്ട് എനിക്ക് ഭിക്ഷാടനമാണ് ശ്രേയസ്കരമെന്ന് തോന്നുന്നു, ഗുരുക്കന്മാരെ കൊല്ലുന്നത് പാപമാണെന്ന് എനിക്ക് തോന്നുന്നു, ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണ്, ഞാൻ നരകത്തിൽ പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് ഭഗവാൻ ഒരു ഇടിവെട്ട് പോലെ ആരംഭിക്കുകയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം, ദുഃഖിക്കേണ്ടാത്തതിനെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസേ, പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു, ഹേ മൂഢാ എന്ന് പറയും പോലെ. അപ്പൊ എന്താ ഈ ഭഗവാൻ പറയുന്നതും അർജുനന്റെ അവസ്ഥയും തമ്മിലുള്ള ബന്ധം? ഭഗവാൻ എന്തുകൊണ്ട് ആദ്യം തന്നെ പരമമായിട്ടുള്ള ബ്രഹ്മവിദ്യ ഉപദേശിച്ചു അർജുനന്? കാരണം ഈ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശം 2ാം അധ്യായത്തിലെ 11ാം ശ്ലോകം മുതൽക്ക് 30ാം ശ്ലോകം വരെ 20 ശ്ലോകങ്ങളാണ് ഗീതയുടെ ഫൗണ്ടേഷനുമാണത്, ഗീതയുടെ മകുടവുമാണത്. ഗീതയുടെ മുഖ്യമായിട്ടുള്ള മർമ്മം, സാരം, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, അത് ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞു ഈ 20 ശ്ലോകങ്ങളില്. ആ 20 ശ്ലോകങ്ങള്
എന്താ പറയുക, വലിയ പ്രഹരങ്ങളായിരുന്നു അർജുനന്റെ നേർക്കുള്ളത്. അർജുനന്റെ പ്രശ്നം എവിടെയോ കിടക്കണു, ഭഗവാന്റെ ഉത്തരം ഏതോ തലത്തിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ഇത്രയും വലിയ തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു? കാരണം അർജുനന്റെ ഉള്ളിലുള്ള ജീവിത ലക്ഷ്യ ബോധമില്ലായ്മ, അർജുനന് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരുന്നു ഇത്രയും കാലം പഠിച്ചിട്ടും. മനസ്സിലാവുണ്ടോ? ഇന്നത്തെ അനേക ഡോക്ടറേറ്റുകളൊക്കെ എടുത്തിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വിഷമിക്കുന്നത് കാണുന്നില്ലേ? ആത്മഹത്യകൾ ചെയ്യുന്നില്ലേ അവര്? അനേക ഡോക്ടറേറ്റുകൾ എടുത്തിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ ഒരുപാട് വിജയം നേടിയിട്ടുള്ള ആളുകൾ, നിസ്സാരമായിട്ടുള്ള ഒരു തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അവർ തകർന്നു പോകുന്നില്ലേ? ഭ്രാന്തരായി പോകുന്നില്ലേ? ചിലപ്പോ വല്ല മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ അടിമകളായി പോകുന്നത് കാണാം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ. അപ്പോ അനേക ഡോക്ടറേറ്റുകളൊന്നും എടുത്തിട്ട് കാര്യമില്ല. ജീവിത ലക്ഷ്യം എന്താണെന്ന് ആദ്യം അറിയണം. ആ ലക്ഷ്യത്തിനുള്ള മാർഗം ഏതാണെന്നും അറിയണം. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നറിയണം. അപ്പൊ ഇതൊന്നും അറിയാത്ത ഇന്നത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ജീവിതത്തിൽ ഭൗതിക വിജയം നേടിയിട്ടുള്ള അനേക യുവതലമുറയുടെ മുഴുവൻ പ്രതീകമാണ് അർജുനൻ. വെൽ ക്വാളിഫൈഡ്, പോപ്പുലറാണ്, ജീവിതത്തിൽ ഒരുപാട് ഭൗതിക വിജയം നേടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിജയം നേടിയിട്ടും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ രഥോപസ്ഥേ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസഃ, തകർന്ന ഹൃദയത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നിരാശയിൽ മുഴുകി, വിഷാദത്തിൽ മുഴുകി, എന്റെ ഉള്ളിലുള്ള ഈ താപത്തെ എങ്ങനെ ശമിപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ജീവിത ലക്ഷ്യം എന്തെന്നുള്ള അറിവില്ലായ്മ തന്നെയാണ്. അപ്പൊ ആദ്യം വേണ്ടത് ജീവിത ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള ബോധമാണ്. അവനവനെ കുറിച്ചിട്ടുള്ള അറിവാണ് വേണ്ടത്. ലോകത്തെക്കുറിച്ച് മുഴുവൻ പഠിച്ചത് കൊണ്ടായില്ല. അവനവനെ അറിയില്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ വട്ടപൂജ്യം. എത്ര പൂജ്യങ്ങൾ ഇട്ടിട്ടും കാര്യമില്ല. ആ പൂജ്യങ്ങളുടെ മുമ്പില് 1 എന്നൊരു ഡിജിറ്റ് ഇട്ടാലാണ് ആ പൂജ്യങ്ങൾക്കൊക്കെ വില, അല്ലേ? അനേക പൂജ്യങ്ങൾ, 8 പൂജ്യം ഇട്ടോട്ടെ, 10 പൂജ്യം ഇട്ടോട്ടെ, 100 പൂജ്യം ഇട്ടോട്ടെ, അതിന്റെ മുമ്പില് അതിന്റെ ഇടതുവശത്ത് ഒരു 1 മുതൽ 9 വരെയുള്ള ഒരു ഡിജിറ്റ് ഏതെങ്കിലും ഉണ്ടാവുമ്പോഴേ ആ പൂജ്യങ്ങൾക്കൊക്കെ വിലയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വിലയുണ്ട്. അതുപോലെയാണ് ഭൗതിക നേട്ടങ്ങളെല്ലാം ഈ പൂജ്യങ്ങളാണ്. ആ പൂജ്യങ്ങൾ വേണ്ട വിലയുള്ളതായി മാറണമെങ്കിൽ അതിന്റെ മുമ്പിൽ ഒരു ഇടതുവശത്തൊരു ഫിഗർ വേണം, ഒരു ഡിജിറ്റ് വേണം. അതാണ് ഇവിടെ അവനവനെ കുറിച്ചിട്ടുള്ള അറിവ്. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എവിടേക്ക് പോകുന്നു? ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നേടേണ്ടത്? അതില്ലെങ്കിൽ ഈ ഭൗതിക നേട്ടങ്ങൾ നേടിയവരൊക്കെ തന്നെ ഈ വട്ടപൂജ്യങ്ങൾ ചുമന്നു നടക്കുന്നവരാണ്. രണ്ടായിരത്തി 2018 നവംബർ 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇവിടെ ചില കറൻസികള് അതിന്റെ വിലയില്ലാതായി, അല്ലേ? പിന്നീട് അത് ചുമന്നവർക്കൊന്നും അവർ ഡേറ്റ് കൊടുത്തു. ഇന്ന ഡേറ്റിന്റെ ഉള്ളില് അതെല്ലാം മാറി മേടിച്ചോളാൻ പറഞ്ഞു. അത് മാറി മേടിക്കാതെ
കെട്ടുകണക്കിന് കള്ളപ്പണങ്ങൾ കെട്ടിവെച്ചവരുടെ ആ പണമൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ? ഇപ്പോ കടലാസിന്റെ വില കത്തിക്കാൻ ഉപയോഗിക്കാം, കൂടുതലുണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്ത് വേറെന്തെങ്കിലും ഉപയോഗിക്കാം. യോഹന്നാന്റെ കയ്യിലൊക്കെ പഴയ 1000 നോട്ടും പഴയ 500 നോട്ടും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് കോടിക്കണക്കിന്. ഇപ്പൊ റെയ്ഡ് ചെയ്ത് പിടിച്ചു KP യോഹന്നാന്റെ ഗോഡൌണിൽ നിന്ന്. അതുപോലെ മലപ്പുറത്തും കിട്ടും ഇഷ്ടം പോലെ. പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന കെട്ടുകൾ. ഇപ്പൊ അതിനൊക്കെ വല്ല വിലയുണ്ടോ? കടലാസിന്റെ വില പോലും ഇല്ല. എങ്ങനെയെങ്കിലും മോഡിയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ, വീണ്ടും കോൺഗ്രസോ അതുപോലെയുള്ള ഭരണമോ വന്നിരുന്നെങ്കിൽ പഴയ നോട്ടുകളെ തിരിച്ചെടുക്കുന്ന നിയമം കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചവരുണ്ട്. ഇനിയും എടുത്തു വെച്ചുകൊണ്ടിരിക്കേണ്ടവർ വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു വിലയുണ്ടാക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെയെങ്കിലും മോഡിയെ ഇറക്കി വിട്ടിട്ട് വേണം മറ്റ് ആളുകൾക്ക് കയറിയിട്ട് ഈ കള്ളപ്പണങ്ങളൊക്കെ വിലയുള്ളതാക്കി മാറ്റാൻ. അതിനാണ് അവർ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളത് അനുവദിച്ചു കൊടുത്തുകൂടാ. അങ്ങനെയുള്ളവരുടെ ആ പണം അതിനിയും വില കൊടുക്കാൻ അനുവദിച്ചുകൂടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഈ കേരളത്തിലും ഭാരതത്തിലും എല്ലാ പ്രകാരത്തിലും കള്ളപ്പണങ്ങൾ എല്ലാ ദുഷ്ടശക്തികളും കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. എല്ലാ വഴിക്കും വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇവിടെ അധ്വാനിക്കുന്നവന്റെ നിസ്സാര പൈസയ്ക്ക് ഒരു വിലയുമില്ലാതാവുന്നു. ഈ കള്ളപ്പണങ്ങളുടെ ആധിക്യം കാരണം നമ്മളൊരു ഭൂമി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കള്ളപ്പണം കൊടുത്ത് വാങ്ങിക്കുന്നവൻ നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി വില കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് തരാൻ ആളില്ല, നമുക്കൊന്നും വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഈ കള്ളപ്പണക്കാരെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു. അതാണ് ഇന്ന് കേരളത്തില് സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നത്, ആ വിലയില്ലാതായ നോട്ട് പോലെയാണ് എന്തൊക്കെ പഠിച്ചിട്ടും ഈ അവനവനെ അറിയാത്ത ആളുകളുടെ അവസ്ഥ. താൻ ആരെന്നും താൻ എന്താണെന്നും എവിടേക്ക് പോകണമെന്നും എന്താണ് നേടേണ്ടതെന്നും അറിവില്ലാത്തതായിട്ടുള്ള ആളുകൾ ഇതുപോലെ എടുക്കാത്ത നോട്ടുകളാണ്. എത്ര മൂല്യം അതിൽ എഴുതി വെച്ചിട്ടും കാര്യമൊന്നുമില്ല, എന്ത് ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള അർജുനന് എന്താണ് ആദ്യം ബേസിക്കായിട്ട് അറിയേണ്ടത്? അതാണ് താൻ ആരെന്നറിയണം, തന്റെ ജീവിത ലക്ഷ്യം എന്തെന്നറിയണം. അതാണ് സാഖ്യം എന്ന പേര്. സാഖ്യം എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളെയാണ് സാഖ്യം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതൊക്കെ യോഗം. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗീതയുടെ ജ്ഞാനം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം അത് ആദ്യത്തെ ഭാഗം തന്നെയാണ്. ഹെവി ഡോസാണ്. അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ആദ്യത്തെ ഉപദേശങ്ങൾ. അപ്പോ അതിലേക്കുള്ള കണക്ഷനാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. നമ്മളെ അർജുനനിൽ നിന്ന് കൃഷ്ണനിലേക്ക് കണക്ട് ചെയ്യണം. അർജുനൻ എവിടെ നിൽക്കുന്നു, കൃഷ്ണൻ എന്ത് പറയുന്നു, ഇവർ തമ്മിലുള്ള ചോദ്യത്തിനും ഉത്തരത്തിനും തമ്മിലുള്ളതായിട്ടുള്ള ഔചിത്യം എന്താണ്, സാങ്കത്യം എന്താണ്, പ്രസക്തി എന്താണ്, അതാണ് ഇവിടെ വിഷയം. അത്ര ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ഇത്യാരഭ്യ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇതി ഏതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥഃ. അത്ര ഇവിടെ ഈ ഭഗവത്ഗീതയിൽ ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ, 1-ാമത്തെ ശ്ലോകം അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം,
ധൃതരാഷ്ട്രൻ ചോദിച്ചല്ലോ കിം അകുർവത സഞ്ജയ എന്നുള്ളതിന്. അതിന് സഞ്ജയന്റെ മറുപടിയായിരുന്നു ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. അപ്പൊ സഞ്ജയ വചനങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ, ആ 2-ാം ശ്ലോകം മുതൽക്ക് നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഗോവിന്ദനോട് പറഞ്ഞ് മിണ്ടാതിരുന്നു അർജുനൻ എന്ന് പറയുന്ന 2-ാം അധ്യായത്തിലെ 9-ാം ശ്ലോകം. അതുവരേക്കും ഇതി ഏതദന്തഃ, ഇതുവരേക്ക്. അപ്പോ ഭഗവത്ഗീത 1-ാം അധ്യായം മുഴുവനും 2-ാം അധ്യായത്തിലെ 9-ാം ശ്ലോകം വരേക്കും പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ. എല്ലാ മനുഷ്യർക്കും, പ്രാണി എന്നത് ഇവിടെ മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് ഏത് ജീവജാലങ്ങൾക്കും ശോകമോഹാദി, ശോകം മോഹം മുതലായിട്ടുള്ള സംസാരത്തിന്റെ ബീജഭൂത ദോഷ ഉത്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന, ബീജമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണത്തെ കാണിച്ചു തരുന്നതിനായിട്ട് ഈ ഗ്രന്ഥഭാഗത്തെ വ്യാഖ്യാനിക്കേണ്ടതാകുന്നു. വ്യാഖ്യേയോ ഗ്രന്ഥ എന്ന് പറഞ്ഞാൽ അവിടെ അർജുനന്റെ ഈ ഒരു പശ്ചാത്തലം, അർജുനന്റെ ശോകമോഹത്തിനെ വർണ്ണിച്ചു. അപ്പൊ ഇതുപോലെയുള്ളൂ നമുക്കും നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ. അവിടെ അർജുനന്റെ സാഹചര്യം, ഇതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്കും ശോകമോഹങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇതിന് വലിയ വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇതൊരു സാഹചര്യം, ഒരു സംഘർഷ പശ്ചാത്തലം. ആ സംഘർഷത്തെ നേരിടാൻ കെൽപ്പില്ലാത്തവനായി തീർന്നു. ജീവിതത്തിൽ ഒരു യഥാർത്ഥ പ്രശ്നം തന്റെ മുമ്പിൽ വന്നപ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ആ ലക്ഷ്യബോധമോ അതിനുള്ള മാർഗമോ അറിയാത്തവനായി പകച്ചു നിൽക്കുന്ന ഒരു മൂഢനായി അർജുനനെ കാണാം. അപ്പൊ ഇതുപോലെയാണ് നമ്മളും പല സന്ദിഗ്ധമായ ഘട്ടങ്ങളിലും ജീവിതത്തിലെ പല ക്രോസ് റോഡ്സില്, അല്ലെ, നമ്മുടെ ജീവിതം ഏതെങ്കിലും ജംഗ്ഷനുകളിലെത്തി എവിടേക്ക് തിരിയണം, എങ്ങോട്ടേക്ക് പോകണം എന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ പകച്ചു നിൽക്കേണ്ടി വരുന്നു? കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമില്ലായ്മ കൊണ്ടാണ്. അവിടേക്കുള്ള മാർഗത്തെക്കുറിച്ചും അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ക്രോസ് റോഡ്സിൽ പകച്ചു നിന്ന് പോകുന്നത്, വട്ടം കറങ്ങിപ്പോകുന്നത്. അതാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ. ഇപ്പൊ താൻ എവിടേക്ക് പോകണം, എവിടെ പോയാൽ തനിക്ക് ശ്രേയസ് ഉണ്ടാവുമെന്ന് അറിയുന്നില്ല, എന്താണ് തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി എന്ന് അറിയുന്നില്ല. അപ്പൊ അതുപോലെയാണ് നമ്മളും നമ്മുടെ ശ്രേയസിനെ കുറിച്ച് അറിയാതെ നമ്മൾ വീണ്ടും ഈ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ ശ്രമിക്കാതെ ആ ചെളിക്കുണ്ടിലേക്ക് തന്നെ പലപ്പോഴും വീണ്ടും വീണ്ടും ആഴ്ന്ന് പതിക്കുന്നു. അപ്പൊ ഈ ചെളിക്കുണ്ടുകളിൽ നിന്ന് കയറുകയല്ലേ വേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം? ലക്ഷ്യബോധമാണ് വേണ്ടത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് ആദ്യമേ നിശ്ചയിക്കണം. അപ്പൊ ആ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നു. വ്യാഖ്യേയോ ഗ്രന്ഥ. അപ്പോ അപ്രകാരം തന്നെ, അതുപോലെ തന്നെ തദാഹി അർജുനനാൽ രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത്ത് സ്വജന സംബന്ധി ബാന്ധവേഷു ഇങ്ങനെയുള്ള പേരുകൾ പറഞ്ഞ ആ ബന്ധുക്കളിൽ അഹം ഏഷാം, ഞാൻ അവരുടെ, മമ ഏതേ, എന്റേതാണ് ഇവരെല്ലാം. അപ്പൊ ഇവരെല്ലാം എന്റേതും ഞാൻ അവരുടേതും. ഇത്യേവം ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹവിച്ഛേദാദി നിമിത്തൗ ആത്മനഃ ശോകമോഹൗ പ്രദർശിതൗ കഥം ഭീഷ്മമഹം സംഖ്യേ ഇത്യാദിന. 2-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിലാണ് കഥം ഭീഷ്മമഹം സംഖ്യേ ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ എങ്ങനെ ഇവരോട് യുദ്ധം ചെയ്യും എന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളില് ഇവരെല്ലാം എന്റേത്, ഞാൻ അവരുടേത്
അഹം യേഷാം മമ ഏതേ. ഇതെന്ത് പ്രത്യയമാണത്? ഭ്രാന്തി പ്രത്യയം. ഇത് വെറും ഭ്രമമാണ്. ഞാൻ അവരുടേതെന്നും അവരെന്റേതെന്നുള്ളതായിട്ടുള്ളത് വെറും ഭ്രമമാണ് എന്ന് പറയണം. ആ ഭ്രാന്തി പ്രത്യയ നിമിത്തമായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം അതിന്റെ വിച്ഛേദം ഉണ്ടാവുകയാണ്. ഇപ്പോ ഈ യുദ്ധം ചെയ്ത് അവരെ കൊല്ലുമ്പോൾ ആ സ്നേഹത്തിന്റെ വിച്ഛിത്തി ഉണ്ടാകുന്നു. അത് നിമിത്തമായിട്ടുണ്ടാകുന്നതാണ് ഈ ശോകമോഹം. അപ്പോ എനിക്ക് പ്രിയന്മാരായിരിക്കുന്ന, എന്റെ സ്നേഹപാത്രങ്ങളായിരിക്കുന്ന എന്റെ ബന്ധുക്കൾ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ആ ഭ്രമം, അതാണ് അർജുനന്റെ ശോകമോഹങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടുള്ള ചോദ്യമാണ്, ഞാൻ എങ്ങനെ ഇവരോട് യുദ്ധം ചെയ്യും? ഇവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണല്ലോ, ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ള അർജുനന്റെ അവശത. അപ്പോ ഈ പ്രിയപ്പെട്ടവർ എന്നുള്ളത് വെറും ഭ്രമം മാത്രമാണ്. ഇവിടെ ആർക്കും പ്രിയപ്പെട്ടവരൊന്നുമില്ല. എല്ലാവർക്കും പ്രിയം അവരവരോട് തന്നെയാണ്. അത് ആദ്യം തിരിച്ചറിയണം. അവനവനോടാണ് അവനവന് പ്രിയം. അവനവന് എല്ലാവരും അനുകൂലമായിരിക്കുന്നത് വരേക്കേ എല്ലാവരും പ്രിയമുള്ളൂ. എപ്പോ നമുക്ക് പ്രിയമായിരിക്കുന്നവർ നമുക്ക് പ്രതികൂലമാകുന്നുവോ അതോടുകൂടി കഴിഞ്ഞു അവരോടുള്ള പ്രിയം. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇച്ഛാനിച്ഛകൾ, നമ്മുടെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് പ്രതികൂലമായാൽ അവരൊക്കെ നമുക്ക് അപ്രിയന്മാരാകുന്നു, നമ്മുടെ ശത്രുക്കളാകുന്നു. അപ്പൊ ഇത് തിരിച്ചറിയുക ആദ്യം. അപ്പൊ പ്രിയവും അപ്രിയവും ഒക്കെ ഭ്രമം മാത്രമാണ്. ഇവരെന്റേത്, ഞാൻ ഇവരുടേത് എന്നൊക്കെ ഉള്ളത് വെറും ഭ്രമം മാത്രമാണ്. ഭ്രാന്തി പ്രത്യയമാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രാഗദ്വേഷങ്ങളും വാസനകളുമായി വന്നവരാണ്. അവരവരുടെ പ്രാരബ്ധങ്ങളുമായി വന്നവരാണ്. ഓരോരുത്തരെയും അവരവരുടെ പാട്ടിന് വിടുക, നമ്മൾ നമ്മുടെ പാട്ടിനിരിക്കുക. അല്ലാതെ ലോകം നമ്മളെ സന്തോഷിപ്പിക്കും, എല്ലാവരും നമുക്ക് എന്നും പ്രിയമുള്ളവരായിരിക്കും, എല്ലാവരും എന്നും നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം, നമ്മൾക്ക് പ്രിയം ചെയ്യണം എന്നുള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണ നമ്മൾ വിടണം. ആരും നമ്മുടെ പ്രിയം ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക് എന്തെങ്കിലും പ്രിയം ചെയ്യുന്നത്. അവരവർക്ക് അവരവരുടേതായിട്ടുള്ള താല്പര്യമുണ്ട്, ലക്ഷ്യമുണ്ട്. അത് സാധിക്കാൻ വേണ്ടി നമുക്ക് പ്രിയം ചെയ്യാം. നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കാര്യം വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അവർ പ്രിയം ചെയ്യും. നമ്മളിൽ നിന്നൊന്നും കിട്ടാനില്ല, അവർക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ അതോടുകൂടി കഴിയുന്നു അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രിയങ്ങളെല്ലാം. അപ്പൊ ഇത് സാപേക്ഷികം മാത്രമാണ്, ഭ്രമം മാത്രമാണ്, താൽക്കാലികം മാത്രമാണ്. ശാശ്വതമായിട്ട് ആർക്കും ആരോടും പ്രിയമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ശാശ്വതമായിട്ട് നമുക്ക് നിലനിർത്താം. എങ്ങനെ? അറിവ് കൊണ്ട്. എന്നിലും അവനിലും ഉള്ളത് ഒരേ ആത്മചൈതന്യമാണ്. അവനിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്നില്ല ഞാൻ. അവൻ എൻ്റെ ആത്മാവായതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നിൽ നിന്ന് ഭേദമില്ലാത്തത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ തന്നെയാണ് അവൻ, അവൻ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അല്ലാതെ അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നില്ല. ഈ ഒരു അറിവുണ്ടാവണം. അപ്പൊ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടാവുള്ളൂ. അതുവരയ്ക്കുള്ള സ്നേഹമൊക്കെ കച്ചവട സ്നേഹം മാത്രമാണ്, കൊടുക്കൽ വാങ്ങൽ മാത്രമാണ്, ഭ്രമം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സാപേക്ഷികം എന്നാണ്, അപേക്ഷയോടുകൂടിയത് എന്നാണ്. ഏതപേക്ഷ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയം, അപ്പ റിലേറ്റീവ്, അതല്ലെങ്കിൽ മറുപക്ഷം. അപ്പൊ അത് വെറും ഭ്രമം മാത്രമാണ്. ഭ്രാന്തി പ്രത്യയം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഭ്രാന്തി പ്രത്യയം.
അപ്പൊ ഇവരെല്ലാം എന്റേത്, ഞാൻ ഇവരുടേത് എന്നുള്ളത് ഭ്രാന്തി പ്രത്യയമാണ്. അത് മാറ്റണം. അത് മാറ്റാനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. എല്ലാവരെയും അവരവരുടെ പാട്ടിന് വിടുക, അംഗീകരിക്കുക, ഓരോരുത്തർക്കും അവരവർക്കുള്ള സ്പേസ് കൊടുക്കുക. അവരിപ്പോ സഹായിക്കണോ, നാളെ ഉപദ്രവിക്കാം. ഇന്ന് ഉപദ്രവിക്കുന്നവർ നാളെ സഹായിക്കാം. രാഷ്ട്രീയക്കാരെ കണ്ടുപഠിക്കുക. ഇന്ന് LDF, നാളെ UDF. കേരള കോൺഗ്രസിനെയും ലീഗിനെയും കണ്ടുപഠിക്കുക. ആർക്ക് ഭരണമുണ്ടോ അവരുടെ കൂട്ടത്തിലേക്ക് ചാടും അവർക്ക് ശാശ്വതമായിട്ടൊരു ബന്ധമൊന്നുമില്ല, റിലേറ്റീവാണ് അവര്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്, കാണാനുണ്ട്. സമയം പോയി. അപ്പൊ നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.